നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ രണ്ടു പേർക്കിടയിലുള്ള ദാമ്പത്യ പ്രശ്നം, അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ചില വിഷയങ്ങൾ, ഇത് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് വിളിച്ചു പറയുമ്പോൾ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ നാടകങ്ങൾ? സജനയും ഫിറോസും തമ്മിലുള്ള പ്രശ്നത്തിൽ സജനയും ഫിറോസും തമ്മിൽ പിരിഞ്ഞതിന്റെ കാരണം എന്താണെന്ന് സോഷ്യൽ മീഡിയ ചെയ്യുമ്പോഴും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി തേച്ചുകൊണ്ട് പറയുന്ന ഓരോ വീഡിയോകൾ പുറത്തിടുമ്പോഴും ജനങ്ങൾക്കിടയിൽ തോന്നുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചില ആളുകൾ ഉന്നയിക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. റസൂൽ പൂക്കുട്ടിയെ കൊടുക്കാൻ വേണ്ടി സജനയും ഫിറോസും അറിഞ്ഞുകൊണ്ട് നടത്തുന്ന പൊറാട്ട നാടകമാണോ ഇത് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ ചില ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുമുള്ള ഒരാൾ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള, യൂട്യൂബർ ആയിട്ടുള്ള, ബിഗ് ബോസ് മുൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സായി കൃഷ്ണയാണ്. സായി കൃഷ്ണ പറയുന്ന വാക്കുകൾ നമ്മൾ കൃത്യമായി കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, സജനയും ഫിറോസും ചേർന്ന് റസൂൽ പൂക്കുട്ടിയെ പറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണോ എന്നുള്ളത്. സായി കൃഷ്ണ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ഫിറോസിന്റെയും സജനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും ഭാഗത്ത് തെറ്റുണ്ടെന്ന് സായി കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നു. തുടക്കകാലത്ത് ഇവർ നമ്മളെ വിളിച്ച് പരസ്പരം പരാതിപ്പെടുന്ന ആളുകൾ. സജനയിട്ട വീഡിയോ കാണുമ്പോൾ ആർക്കും തോന്നും സജനയും ഫിറോസ് ഖാനും കൂടി റസൂൽ പൂക്കുട്ടിയെ പെടുത്താൻ ചെയ്യുന്നതാണോ എന്ന്. ഇവർ രണ്ടുപേരും കൂടിയുള്ള ഗെയിമാണോ ഇതെന്ന ചോദ്യമാണ് വരുന്നത്. രണ്ടുപേരും പരസ്പരം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുമധ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. എനിക്കിതിൽ ഏറ്റവും സങ്കടം തോന്നുന്നത് റസൂൽ പൂക്കുട്ടിയുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണെന്ന് സായി പറയുന്നു. പിന്നെ ഈ ഫിറോസിനെയും സജനയുടെയും മക്കളെയും കുറിച്ച് ഓർക്കുമ്പോഴും സങ്കടമുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ബന്ധത്തിലാണ്, ഇങ്ങനെ ജീവിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്യുന്നതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് സായി പറയുന്നു. സജന തന്നെ കൊണ്ട് നിർബന്ധിച്ച് ഗർഭിണിയാക്കിച്ചു എന്ന് റസൂൽ ചിലരോട് പറയുന്നത് സജന അറിയുന്നു. എനിക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അവരെ ഏത് വിധേനയും പ്രൊട്ടക്ട് ചെയ്യും, വിശ്വസ്തത കാണിക്കും. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. റസൂലും സജനയും സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ പരസ്പരമുള്ള കുറ്റങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിറോസിന് ഇപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ലഭിച്ചത് എങ്ങനെയെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവരിൽ ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ കോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇവർ തന്നെ ഫിറോസിന് അയച്ചു കൊടുക്കുന്നതാണോ എന്ന് പറയാൻ പറ്റുകയില്ല. എങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുമ്പോഴും ഇവർ പരസ്പരം സംസാരിക്കാറും വിവരങ്ങൾ കൈമാറാറുമുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം ഈ കോളുകളൊക്കെ എത്തിയത്. പക്ഷേ അതിന് ചാൻസ് കുറവാണെന്ന് സായി ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കകളാണ് കൈവരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഫിറോസ് ഖാൻ 3 പാർട്ടായിട്ട് സജനയ്ക്കെതിരെ ഒരുപാട് വോയിസ് ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സജനയും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. സജനയുടെ ഉമ്മയും റസൂൽ പൂക്കുട്ടിയും സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫിറോസ് ഖാൻ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ സജനയുടെ ഉമ്മയുടെ പ്രായമുണ്ട് റസൂൽ പൂക്കുട്ടിക്ക്. ആ ഒരു വ്യക്തിയുമായിട്ടാണ് ഇവർ ഇത്തരത്തിൽ റിലേഷനിലായിരിക്കുന്നത് എന്നൊക്കെയാണ് ഫിറോസ് ഖാൻ പറയുന്നത്. സജന തന്നെ ഭർത്താവാക്കി ഇരുത്തിക്കൊണ്ട് തന്നെ പലപ്പോഴും മോശമായിട്ടുള്ള രീതിയിൽ തന്നോട് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന്, സജനയ്ക്ക് സജനയുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആത്മഹത്യാ ഭീഷണി മുഴക്കി സജന പലപ്പോഴും പലയിടങ്ങളിലേക്കും പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അവസാനം ഇത് പ്രശ്നമാകുമെന്ന് മനസ്സിലായതോടെ റസൂൽ പൂക്കുട്ടിയുടെ കാര്യമൊക്കെ അറിഞ്ഞതോടുകൂടെ അയാളുടെ സഹോദരന്റെ വീട്ടിലടക്കം ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്തതാണ് എന്നൊക്കെയാണ് ഫിറോസ് പറഞ്ഞു വെക്കുന്നത്. അതേസമയം റസൂലിന്റെ വീട്ടിലെത്തി സജനയെക്കുറിച്ചും റസൂലിനെ കുറിച്ചും ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തങ്ങളുടെ ബന്ധുക്കൾ, തങ്ങളുടെ കുടുംബക്കാരെ കഴിഞ്ഞ് റസൂലിനെ മറ്റെന്തുമുള്ളൂ, ഈ പറയുന്ന രീതിയിൽ ആരോപണ വിധേയമായിട്ടുള്ള രീതിയിലൊന്നും റസൂൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലാണ് റസൂലിന്റെ ബന്ധുക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ചക്രശ്വാസം വലിക്കുന്നത് ആ ഒരു ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് ഇനി ഏത് കാലം അവസാനിക്കും എന്നത് കണ്ടറിയണം. കാരണം മോണിറ്റൈസേഷൻ ഓണാക്കിക്കൊണ്ട് 2-3 പാർട്ടുകളായിട്ട് ഇട്ടുകൊണ്ട് ഓരോ ദിവസവും ഓരോ കോൾ റെക്കോർഡുകളും മറ്റു വീഡിയോകളും ഒക്കെ തന്നെ പബ്ലിഷ് ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചുകൊണ്ടാണ് സജനയും ഫിറോസും രംഗത്തെ
പുറത്തേക്ക് വരുന്നത്. ഇതിനിടയിൽ പെട്ടുപോയത് റസൂൽ പൂക്കുറ്റിയാണ്. ഈ പറയുന്നത് പോലെ കുടുംബമാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും റസൂൽ അറിയാതെയെങ്കിലും സജനയ്ക്കൊപ്പം പോയിട്ടുണ്ട്. അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ അത് അവരുടെ കാര്യം. പക്ഷേ സജനയ്ക്കൊപ്പം റസൂൽ പോയിട്ടുണ്ട് എന്നത് റസൂൽ തന്നെ സമ്മതിക്കുന്ന തരത്തിലാണ് വോയിസ് ക്ലിപ്പുകളൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് ഇനിയൊരു നിലപാട്? റസൂലിന്റെ കുടുംബത്തെ റസൂൽ ഒഴിവാക്കുകയാണോ? മകളുണ്ട്, ഭാര്യയുണ്ട്, സ്നേഹമതിയായിട്ടുള്ള ഭാര്യയാണ്, അതോടൊപ്പം ക്യാൻസർ എന്തോ ആണ് എന്ന് തോന്നുന്നു, അങ്ങനെയും ഫിറോസ് പരാമർശിക്കുന്നതായിട്ട് കേട്ടു. റസൂലിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് എന്ന തരത്തിൽ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീക്ക് മുന്നിലേക്ക് ഇത്തരം വാർത്തകളൊക്കെ എത്തുമ്പോൾ ഇനി ഏത് തരത്തിലാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നതൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നിയമപരമായി മറ്റ് രാഷ്ട്രീയ പിന്തുണയ്ക്കും വേണ്ടി സജന രംഗത്തുണ്ട് എന്നുള്ളതും പിന്തുണ ഉറപ്പാക്കാൻ സജന ശ്രമിക്കുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സന്ദർശിച്ച ശേഷം നടി സജന നൂർ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതായത് നിയമപരമായിട്ടൊരു സപ്പോർട്ട് നേടാൻ സജന ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സന്ദർശനം. ചുറ്റുമുള്ളവർ പോലും തെറ്റിദ്ധരിക്കുകയും ആരോപണങ്ങളെ, സൈബർ ആക്രമണങ്ങളെയൊക്കെ മാനസികമായിട്ട് തനിക്ക് സമ്മർദ്ദമാകുന്ന സമയത്ത് പോലും വിശ്വസിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വന്തം സഹോദരനെ പോലെ മനുഷ്യ സ്നേഹത്തോടെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ കാണാനെത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ സജന പങ്കുവച്ചിരിക്കുന്നത്. സജനയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നാണ് ഈ വാക്കുകൾ എഴുതുന്നത്. ഇതൊരു രാഷ്ട്രീയ നേതാവിനുള്ള സന്ദേശം മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഘട്ടത്തിൽ കരുതലും പിന്തുണയും അനുഭവിച്ച ഒരു മനുഷ്യനോടുള്ള നന്ദിയുടെ വാക്കുകളാണ്. ജീവിതത്തിൽ ചില സമയങ്ങൾ വരും, നമ്മൾ പൂർണ്ണമായും പോയതായിട്ടുള്ള തോന്നുന്ന സമയങ്ങൾ. ചുറ്റുമുള്ളവർ പോലും തെറ്റിദ്ധരിക്കുകയും ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയങ്ങൾ. അത്തരമൊരു ഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ഈ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലല്ല, ഒരു സ്വന്തം സഹോദരനെ പോലെ മനുഷ്യ സ്നേഹത്തോടെ സമീപിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ വന്നു എന്നതിലാണ്. പലർക്കും അധികാരമുണ്ടാകും, പക്ഷേ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുന്ന ഹൃദയം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ആ ഹൃദയം താങ്കൾക്കുണ്ട് എന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത്. എൻ്റെ വിഷമങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ കാണുമ്പോഴും ഒരു ഔപചാരികതയുടെ അകലം പാലിക്കാതെ സ്വന്തം കുടുംബത്തെ പോലെ കരുതലോടെ സമീപിച്ച ആ മനോഭാവം ഞാനൊരിക്കലും മറക്കില്ല. സത്യമായി പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളാണ് താങ്കൾ. ഇന്ന് സമൂഹത്തിൽ പലരും അധികാരത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്, പക്ഷേ താങ്കൾ മനുഷ്യത്വത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ താങ്കളെ ഒരു രാഷ്ട്രീയ നേതാവായി മാത്രമല്ല വിശ്വസിക്കാവുന്ന ഒരു മനുഷ്യനായി കാണുകയും ചെയ്യും. സത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയത്തോടെ എനിക്ക് മുമ്പ് പ്രത്യേക താല്പര്യമോ അടുപ്പമോ ഉണ്ടായിരുന്നില്ലെന്നും, എന്നാൽ താങ്കളോടൊപ്പമുള്ള മനുഷ്യരെ കാണുമ്പോൾ രാഷ്ട്രീയം എന്നതിനെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് തന്നെ മാറിയെന്നും സജന കുറിക്കുന്നു. ജനങ്ങളുടെ കണ്ണീരിന് വില കൊടുക്കുന്ന, അവരുടെ വേദന മനസ്സിലാക്കുന്ന, പ്രതിസന്ധിയിൽ ഒപ്പമിരിക്കുന്ന നേതാക്കളുള്ള ഒരു പ്രസ്ഥാനത്തോട് ബഹുമാനം തോന്നുന്നു എന്നതും സ്വാഭാവികമാണെന്നും സജന കുറിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് UDF പ്രസ്ഥാനത്തോടും എനിക്ക് വലിയ ആദരവും ബഹുമാനവും തോന്നുന്നു. ഇതുപോലുള്ള നല്ല മനുഷ്യരാണ് കേരളത്തെ നയിക്കുന്നത് എന്ന ചിന്ത തന്നെ എനിക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അധികാരത്തിന്റെ ശക്തിയേക്കാൾ മനുഷ്യ സ്നേഹത്തിന്റെ ശക്തിയാണ് വലുതെന്ന് താങ്കൾ തെളിയിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നത് പ്രസംഗത്തിലൂടെയല്ല, അവരുടെ കണ്ണീരൊപ്പുന്നതിലൂടെയാണ് എന്ന് താങ്കൾ പ്രവർത്തനങ്ങൾ കൂടെ അതിലൂടെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു എന്ന് സജന കുറിക്കുന്നു. സാർ, ജീവിതത്തിൽ ചില ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അവർ ചെയ്ത സഹായത്തിന്റെ വലിപ്പം കൊണ്ടല്ല, അവർ നമ്മളോട് കാണിച്ച മനുഷ്യത്വത്തിന്റെ ആഴം കൊണ്ടാണത്. എൻ്റെ ജീവിതത്തിൽ അത്തരമൊരു സ്ഥാനമാണ് താങ്കൾക്കുള്ളത് എന്നാണ് സജന കുറിക്കുന്നത്. ദൈവം സാറിന് ആരോഗ്യവും ആയുസ്സും സന്തോഷവും നൽകട്ടെ. ഇനിയും ഒരുപാട് വർഷങ്ങൾ മനുഷ്യ സ്നേഹവും കരുതലും നിറഞ്ഞ ഈ നേതൃത്വം കേരളത്തിന് ലഭ്യമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് സജനയുടെ കുറിപ്പ്.